ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പേളിൻ്റെ സ്റ്റഡ്സും റിങ്ങും നെക്ലേസും ബ്രേസ്ലെറ്റ് എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടിപൊളി കളക്ഷൻസ് അല്ലേ. ഇതൊക്കെ വെറും 1 ഗ്രാമേ ഉള്ളൂ. അധികം മാത്രം എമൗണ്ട് ഒന്നും മാറ്റില്ല. 7450 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് റേറ്റിലും വലിയ വ്യത്യാസം. റേറ്റ് ഇപ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇതൊക്കെ ഈ പേളിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പേളിൻ്റെയൊക്കെ ഉപയോഗിക്കുമ്പം നമ്മളൊന്ന് മറ്റുള്ള ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ പേളിൻ്റെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കത് സെപ്പറേറ്റ് വേണം കീപ്പ് ചെയ്യാനായിട്ട്. കാര്യം വെച്ചാൽ നമുക്കൊന്ന് പഞ്ഞിക്കകത്ത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൗച്ചിനകത്ത് ഇട്ട് നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേള് പെട്ടെന്ന് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കൾച്ചെടുപ്പുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിലും നമ്മൾ പേളിൻ്റെ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അത്യാവശ്യം മറ്റുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് വേണം ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല കെയർ ചെയ്തിട്ട് ആ ഒരു ബോക്സിനകത്ത് ഇട്ട് വേണം കീപ്പ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ പേള് പെട്ടെന്ന് ആ ഒരു ഡിമ്മ് പോയി കിട്ടും. ചിലർക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എണ്ണമയക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ട് അതിൻ്റെ മേലിൽ ഇരുന്നിട്ട് ചെറിയ ഫെയ്ഡ് ആവാൻ ചാൻസസ് ഉണ്ടാകും. അപ്പം കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ നോക്കിയേ ഇതിൻ്റെയൊക്കെ ഡിസൈൻസ് നോക്കിയേ. ഇതിൻ്റെ സാധാരണ സെറ്റിങ്സിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സാണ് വന്നിരിക്കുന്നത്. നോക്കിയേ ഇതിൻ്റെ ഈ സൈഡിൽ ഗ്രിപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ സെറ്റിങ്സ് സാധാരണ ഇതൊക്കെ വന്നിട്ട് ക്ലോസ് സെറ്റിങ്ങിലായിട്ടാണ് വരുന്നിരിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിഞ്ചേഴ്സ് വന്നിട്ട് ഒത്തിരി സ്ട്രോങ് ആയിട്ടാണ്. സാധാരണ അടന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ അതേപോലെയാണ് ഇതിൻ്റെയൊക്കെ സെറ്റിങ്സ് ഒക്കെ നോക്കിയേ. പേളിൻ്റെ നമുക്ക് ഏത് ഡ്രസ്സിനും മാച്ചിങ് ആവുന്നതാണ്. അതാണ് പേളിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവരോ ആണെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പേള് യൂസ് ചെയ്യാൻ പറ്റും. നോക്കി അതേപോലെ തന്നെ ഓരോരോ ഡിസൈൻസ് നോക്കി. ഇതിൻ്റെയൊക്കെ സൈഡ് കവേർഡായിട്ട് വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി. സാധാരണ മുമ്പത്തെ പേളെന്ന് പറഞ്ഞാൽ സൈഡ് വെറുതെ ഒരു കവറിങ് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ഡിസൈൻസുകളൊക്കെ നോക്കി അടിപൊളി ഡിസൈൻസുകളല്ലേ. നോക്കി അതിനകത്ത് ഒത്തിരി വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പേളിൻ്റെതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഡിസൈൻ നോക്കിയേ. ബ്രേസ്ലെറ്റ് അടിപൊളിയല്ലേ. ഈ ബ്രേസ്ലെറ്റ് കാണാൻ എന്ത് വെറൈറ്റീസ് ആണെന്ന് നോക്കിയാൽ സാധാരണ ഉപയോഗിക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഈ ബ്രേസ്ലെറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹുക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ചെയിൻ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മളതിൻ്റെ ഹുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ അതിൻ്റെ ബ്ലാക്കിലും ഉണ്ട് ഗ്രീനിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബ്രേസ്ലെറ്റ് കണ്ടില്ലേ. അതുപോലെ തന്നെ ഫിംഗറിങ്സ് നോക്കിയാൽ സെറ്റിങ്സ് നോക്കി. ഇതൊക്കെ ഫിംഗറിങ്സ് ഒന്നും അധികം വെയിറ്റ് ഇല്ല. 1 ഗ്രാം 1.5 ഗ്രാം ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സെറ്റിങ്സും അതിൻ്റെ ഫിനിഷിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പേള് യൂസ് ചെയ്യുന്നത് അത് പേളിൻ്റെ കെയർ ചെയ്യുന്ന രീതികളെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ പേള് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അത് അടുത്ത് നോക്കിയാൽ ഒരു കോറലിൻ്റെ ഐറ്റംസാണ്, സ്റ്റഡാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടു, അതാണ് രണ്ടാമത് കാണിക്കുന്നത്. കോറലിൻ്റെ ഐറ്റംസ് ചിലർ പറയും കുറച്ച് കാണുമ്പോഴത്തേക്ക് അതിനൊരു പൂപ്പല് പോലെ വരുന്നോ അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആവണമെന്നൊക്കെ നിങ്ങൾ ചിലരിങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയാം. നമ്മൾ സ്റ്റോറൂമിൽ വരുമ്പോഴത്തേക്കാണ് ഇതുപോലുള്ള ഐറ്റംസിന് കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെളിച്ചെണ്ണയില്ല, പച്ച വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ അതിന് കളർ തിരിച്ച് പഴയ കളറിലേക്ക് വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലമൊക്കെ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ചെറിയ രീതിക്കുള്ള ഫെയ്ഡ് ഔട്ട് വരും. ഈ പേള് കോറൽ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴും അതുപോലെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കുക. ഇതുപോലെ ഒരു ഫെയ്ഡ് ഔട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ പേളിൻ്റെ നെക്ലേസ് നോക്കിയാൽ അത് നമുക്ക് സിംഗിൾ ലെയറിൽ വരുന്നുണ്ട്, ഡബിൾ ലെയറിൽ വരുന്നുണ്ട്. നോക്കിയാൽ ഇതൊക്കെ അടിപൊളി ഐറ്റംസുകളാണ്. ഇതൊക്കെ വെയിറ്റ് വന്നിട്ട് 3 ഗ്രാം 750 മില്ലിയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇതിനൊക്കെ എമൗണ്ട് വന്നിട്ട് ഏകദേശം ഒരു 28,000 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നോക്കി ഹാങ്ങിങ്സ് വരുന്ന ഐറ്റംസ് അത് സിംഗിൾ ലെയറിലും ഉണ്ട്. ഇത് 4 ലെയറിലാണ് വരുന്നത്. ഇതുപോലുള്ള ഐറ്റംസുകൾ നമ്മൾ ഫംഗ്ഷനുകളൊക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ആയിരിക്കും. ഇതേപോലെ തന്നെ 4 ലെയറിൽ വന്ന് ഇത് വന്നിട്ട് 9 ഗ്രാമാണ് വരുന്നത് കേട്ടോ. അധികം വെയിറ്റ് വരുന്നില്ല. ഇപ്പം 4 ലെയർ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വെയിറ്റ് ഒന്നും വരുന്നൊന്നുമില്ല. അതുപോലെ തന്നെ സിംഗിൾ ലെയറും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സിംഗിൾ ലെയറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കി അടിപൊളി ഐറ്റംസുകളല്ലേ. ഇത് വെയിറ്റ് വന്നിട്ട് ഏകദേശം 5 ഗ്രാം 410 മില്ലിയാണ് വരുന്നത്. ഏകദേശം ഇതിന് എമൗണ്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് എമൗണ്ട് അടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വാല്യൂ പ്രകാരം. അപ്പോൾ ഇത് നോക്കി ഇത് വന്നിട്ട് ഏകദേശം എമൗണ്ട് വരുന്നത് 40,000 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നമ്മുടെ ഷോറൂമുകളിൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോറൂമുകളൊക്കെ വിസിറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.